ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ കല്യാണത്തിന് സമ്മതമാണെന്ന് പൂവമ്പള്ളി തറവാട്ടുകാരെ അറിയിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ലക്ഷ്മി കുറ്റപ്പെടുത്താണ്, നിങ്ങളൊക്കെ എന്തിനാ കല്യാണം ആലോചിക്കാൻ പോയത്? പെണ്ണ് കാണൽ നിന്ന് കൊടുക്കാൻ പ്രിയെ നിർബന്ധിച്ചിട്ടല്ലേ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോഴേക്കും നമ്മുടെ അരുന്ധതി പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും കൂടി പ്രിയയെ സംസാരിച്ച് അവരുടെ മനസ്സ് മാറ്റിയെടുക്കാൻ നോക്കാം. അപ്പോഴേക്കും ഗൗതം പറഞ്ഞു, വല്യമ്മേ ഇപ്പൊ ചെറിയ മുറിവേ ഉള്ളൂ, അത് വലിയ വ്രണമാക്കി നോക്കണ്ട. അപ്പൊ അരുന്ധതി ചോദിച്ചു, ഈ വീട്ടിൽ പ്രിയ തീരുമാനിക്കുന്ന മാത്രം നടത്താൽ മതിയോ? അവൾക്കൊരു വിവാഹം വേണ്ടേ? അവളുടെ രക്ഷകർത്താക്കളല്ലേ നമ്മള്? നമ്മുടെ തീരുമാനം അവൾ അംഗീകരിക്കേണ്ടതല്ലേ? അപ്പോഴേക്കും ഗൗതം പറഞ്ഞു, അത് അംഗീകരിച്ചുകൊണ്ടാണല്ലോ പ്രിയച്ചിയുടെ ഈ ഒറ്റപ്പെട്ട ജീവിതം. ഇത് നമ്മുടെ അരുന്ധതിക്കിട്ട് ഒരു കുത്ത ആണ് കൊടുത്തത്. എന്തായാലും എന്ത് തീരുമാനം എടുത്തായാലും എടുത്തു ചാടി വേണ്ട എന്ന് മഹേന്ദ്രൻ പറയുകയാണ് ഗൗതത്തിന്റെ അച്ഛനെ. നമുക്ക് ഇടയ്ക്ക് പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ശ്രമിച്ചു നോക്കാം. അപ്പോഴേക്കും ഗൗതം പറഞ്ഞു, എന്ത് വേണമെങ്കിലും ആയിക്കോ, പക്ഷേ ഞാൻ പ്രിയേച്ചിയുടെ കൂടെ നിൽക്കൂ, അതിലാർക്ക് വേദനിച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഗൗതം അങ്ങ് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പിങ്കി ചോദിച്ചു, ഗൗതം ഈ വീട്ടുകാരെ വേദനിപ്പിക്കാതിരിക്കാനായിട്ട് സ്വയം ത്യാഗം അനുഭവിച്ച ആളാണ് ഗൗതം, എന്നിട്ടിപ്പം പ്രിയേച്ചിയെ ന്യായീകരിക്കുന്നത് എന്തിനാണ്? പ്രിയേച്ചി ചെയ്യുന്നതിൽ തെറ്റൊന്നും ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം. എത്ര പെട്ടെന്ന് മനുഷ്യരുടെ ആദർശങ്ങൾ മാറി മറിയുന്നത്. അപ്പോഴേക്കും ഗൗതം പറഞ്ഞു, മാറി മറിയുന്നതല്ല, കൺമുന്നിൽ കാണുമ്പോൾ മാറ്റി കളയുന്നത് തന്നെയാണ്, കൺമുന്നിൽ പലതും കാണുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഗൗതം അങ്ങ് പോവാണ്. ഗൗതം എൻ്റെ ഈ ഒരു അഭിപ്രായം കേട്ടിട്ട് എല്ലാവരും ഞെട്ടി ഇങ്ങനെ നിൽക്കുക. നന്ദ ഇപ്പം ഈ കല്യാണത്തിനെതിരല്ലേ, അതുകൊണ്ടാ ഇവനും മാറിയത് എന്ന് അരുന്ധതി പറയുക. അപ്പോഴേക്കും പവിത്ര പറഞ്ഞു, അതിന് വല്യമേ തലയണ മന്ത്രം എന്നല്ലേ പറയുന്നത്? ജഗന്നാഥ, എന്തായാലും തൽക്കാലം നീ അവരോട് മറുത്തൊന്നും പറയാൻ നിൽക്കേണ്ട, നിശ്ചയത്തിനുള്ള ഒരുക്കങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോവുക തന്നെ ചെയ്യാം. എന്തായാലും വരുന്നിടത്ത് വെച്ച് തന്നെ കാണാം, ഒരു കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അന്നേരം പിങ്കി ഇങ്ങനെ മനസ്സിൽ ഓർക്കുകയാണ്, എങ്ങനെ ഈ കല്യാണം നടത്തിയേ പറ്റുള്ളൂ. ആ ഒരു ലക്ഷ്യമാണ് പിങ്കിക്കുള്ളത്. കാരണമുണ്ട്, ആ കാരണം എന്താണെന്ന് പറയാട്ടോ. അപ്പൊ ഈ കല്യാണം നടത്തേണ്ടതിന്റെ കാരണം പിങ്കിക്ക് അത്യാവശ്യമാണത്, അത് നമുക്ക് വഴിയെ അറിയാം. ഇതേ സമയം നമ്മുടെ നന്ദ എല്ലാ കാര്യവും ഗൗതം സാറിനോട് തുറന്ന് പറഞ്ഞാലോ, എന്തിനാ ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കണത് എന്നൊക്കെ ആലോചിക്കുക. പക്ഷേ അറിഞ്ഞു കഴിഞ്ഞാലോ, ഈശ്വരന്റെ ഹൃദയം പൊട്ടിപ്പോവാണല്ലോ. ഗൗതം സാറിനോട് തുറന്ന് പറഞ്ഞ അത് തന്നെയാണ് നല്ലത്. പിന്നെ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഓർക്കുമ്പോൾ വേണ്ട എന്നൊക്കെ വീണ്ടും ഇങ്ങനെ ആലോചിക്കുകയാണ്. ആ സമയമാണ് നമ്മുടെ ഗൗതം അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഗൗതം കുറച്ച് ദേഷ്യത്തിലാണ്. നന്ദ ഇങ്ങനെ ഇരുന്ന് എന്തോ ആലോചിക്കുക. ജഗന്നാഥൻ ചെറിയച്ഛൻ ഒരൊറ്റ ഒരുത്തനെ ഈ ഏടാകോടത്തിന് എല്ലാത്തിനും കാരണം. വീടും ജോലിയൊക്കെ ആയിട്ട് പ്രിയേച്ചി നോർമൽ സ്റ്റേജിൽ ഹാപ്പി ആയിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാ ഒരു കല്യാണാലോചനയെ പൊക്കി പിടിച്ചോണ്ട് വന്നിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ നമ്മുടെ നന്ദി ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ നിൽക്കുക. അവരാണെങ്കിൽ കല്യാണം ഇന്ന് വൈകിട്ട് നടത്തിയ കൊള്ളാവുന്ന രീതിയിലാണ്. എല്ലാവരും കൂടെ ചേർന്ന് പ്രിയേച്ചിയുടെ മനസ്സമാധാനം കളഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. അപ്പോഴേക്കും നമ്മുടെ നന്ദ പറഞ്ഞു, ആ കല്യാണം നടത്താൻ പ്രിയേച്ചി മാത്രമല്ല ഞാനും സമ്മതിക്കില്ല. അപ്പൊ ഗൗതം ചോദിച്ചു, അല്ല നീ കാലു മറിയത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇനി പിടികിട്ടുന്നില്ല നന്ദ, എന്താ? അപ്പോഴേക്കും തക്കതായിട്ടുള്ള കാരണം ഉണ്ടായിട്ട് തന്നെയാന്ന് വിചാരിച്ചോ? എന്ത് കാരണമാണ് ഉള്ളത്? ആകാശം ഇടിഞ്ഞു വീണാലും ഈ കല്യാണം പ്രിയേച്ചിക്ക് വേണ്ട, ഞാൻ സമ്മതിക്കില്ല. അപ്പൊ മരണം വരെ പ്രിയേച്ചി ഇങ്ങനെ ഭർത്താവ് ജീവിച്ചിരിക്കുന്ന വിധവയായിട്ട് കഴിയണമെന്നാണ് നിന്റെ ആഗ്രഹം? ഈ കല്യാണം വേണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോഴേക്കും ഗൗതം ചോദിച്ചു, നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, പ്രിയേച്ചിയുടെ പഴയ ഭർത്താവ് ഇപ്പോഴും ജീവിച്ചിരിപ്പണെന്നല്ലേ പറഞ്ഞത്? അല്ലേ? അവർക്ക് തമ്മിൽ ഇഷ്ടമാണെങ്കിൽ അവരുടെ പുനർവിവാഹം നമ്മൾ നടത്തി കൊടുക്കണ്ടേ? നടത്തി കൊടുക്കണം, അതാണ് നല്ലത്. തന്നാ മിണ്ടി പോരുത് കേട്ടോ, എനിക്ക് കല്ലി വരുന്നുണ്ട്. പ്രിയേച്ച വല്ല കാട്ടുമൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുത്താലും ആ ദ്രോഹിക്ക് കൈ പിടിച്ചു കൊടുക്കണ പ്രശ്നമില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഗൗതം ഭയങ്കര വയലന്റ് ആവുക. അങ്ങനെ വല്ലതും ചെയ്യേണ്ടി വന്നാൽ പൊറുക്കില്ല മഹാദേവൻ വല്ലിച്ചിന്റെ ആത്മാവ് പോലും. അപ്പം നന്ദ പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുന്നതൊക്കെ തെറ്റാണ്. യഥാർത്ഥത്തിൽ ആ മനുഷ്യൻ നിരപരാധിയാണെങ്കിലോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അയാൾ തന്നെയാണ് ഞങ്ങളുടെ വല്യച്ഛന്റെ മരണത്തിന് ഉത്തരവാദി. ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നില്ല, നിങ്ങൾ ആ മനുഷ്യനെ തെറ്റിദ്ധരിച്ചതാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. അപ്പൊ അത് നിനക്ക് എങ്ങനെ അറിയാം? അതെനിക്കറിയാം. നീ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ആ തെമ്മാടി പരിശുദ്ധനാണെന്ന് പറയാൻ നീ എന്താ കബഡി നടത്തിയോ? അതൊന്നും ഗൗതം സാർ അറിയണ്ട. ആ മനുഷ്യൻ ശുദ്ധനാണ്, പെർഫെക്റ്റ് ആണ്. എന്താ നീ അയാളെ കണ്ടിട്ടുണ്ടോ? നിനക്ക് അയാളെ പരിചയമുണ്ടോ? നീ എന്ത് ബലത്തിൽ അയാൾ നിരപരാധിയാണെന്ന് നല്ലവനാണെന്ന് ഉറപ്പിച്ച് പറയുന്നത്? അതെ, അയാൾ നിരപരാധിയും നല്ലവനുമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാ. നന്ദ എന്ന് വെച്ചാല് എന്താ അർത്ഥം? ഒരു അർത്ഥവും ഇല്ല. ആഹാ, അപ്പോ നീ എന്നോട് പറയില്ല അല്ലെ? എന്തൊക്കെയോ നീ ഒളിപ്പിക്കുന്നുണ്ടല്ലേ? അപ്പൊ നീ എന്നെ ഇപ്പോഴും ഭർത്താവായിട്ട് കാണുന്നില്ല അല്ലെ? അപ്പോൾ ഞാനിപ്പോഴും നിനക്ക് അന്യനാണല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നന്ദയ്ക്ക് പറയാതിരിക്കാൻ പറ്റിയില്ല കേട്ടോ.
പറ നന്ദ, എന്താ നീ ഒളിപ്പിക്കുന്ന രഹസ്യം? പറ. നന്ദ പറയണോ വേണ്ടോ എന്നിങ്ങനെ ആലോചിക്കാം. നിനക്ക് എന്നെക്കാളും വലുതല്ലേ നിനക്ക് ഒളിപ്പിക്കുന്ന രഹസ്യം എന്നൊക്കെ ചോദിച്ചപ്പോൾ അത് ഗൗതം സാർ, അത് പ്രിയച്ചിയുടെ ആളെ എനിക്ക് അറിയാം സാർ, പ്രിയച്ചിയുടെ ആളെ എനിക്ക് നന്നായിട്ട് അറിയാം. ആ എനിക്കറിയാം, പരിചയമുണ്ട്, കണ്ടിട്ടുണ്ട്, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഞാൻ സംസാരിക്കുകയും ചെയ്യാറുണ്ട്. പ്രിയച്ചിയുടെ വസന്ത്, അയാള് ഞങ്ങളുടെ VK സാറാ, ആ മനുഷ്യൻ തന്നെയാ. നമ്മുടെ ഗൗതം ഇത് കേട്ട് അന്തം വിട്ടിങ്ങനെ നിൽക്കാട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഇത് അറിഞ്ഞെന്ന് നന്ദ ഇങ്ങനെ പറയാണ്. ഗൗതം കുറച്ചു നേരം സ്തംഭിച്ചിങ്ങനെ നിന്നു. ഡോക്ടർ വസന്ത്. ഇതേ സമയം നമ്മുടെ ഈ പിങ്കി ഒരു ഓപ്പറേഷന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ, പ്രിയ നന്ദ എന്നൊക്കെ പറഞ്ഞ് 2 കോളമൊക്കെ വരച്ച് ചെയ്യുക. എങ്ങനെയെങ്കിലും ഈ കല്യാണം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദയുടെ പക്ഷത്ത് നിൽക്കുന്ന, നന്ദയെ സപ്പോർട്ട് ചെയ്യുന്ന പ്രിയേച്ചി ഇവിടെ നിന്ന് ഒഴിവായി കിട്ടും. അങ്ങനെ ഈ കല്യാണം നടന്നേ പറ്റുള്ളൂ. പക്ഷേ എന്തുകൊണ്ട്, എങ്ങനെ ഇത് ചെയ്യും? അല്ല, നന്ദ എന്തിനാണ് പ്രിയേച്ചിയുടെ വിവാഹത്തെ എതിർക്കുന്നത്? എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ഒരു കണക്ഷൻ എന്നൊക്കെ ഇവളിങ്ങനെ ഇരുന്ന് ആലോചിക്കുക കേട്ടോ. ആ ഒരു ഫോൺ കോൾ ആരാണ് വിളിച്ചത്? ആ ഒരു ഫോൺ കോൾ വന്നതിന് ശേഷമാണ് ഈ കല്യാണം നടത്താതിരിക്കാനായിട്ട് നന്ദ എതിർക്കുന്നത് എന്നൊക്കെ പിങ്കി ഇങ്ങനെ ആലോചിക്കുക. എപ്പോഴും അവള് പ്രിയേച്ചിയോട് ഒരാളുടെ കാര്യം പറയൂലോ, VK സാറിന്റെ. ഒരുപക്ഷെ VK സാർ ആയിരിക്കുമോ അവളെ ഇതിനു വേണ്ടി ഉപദേശിച്ചത്? VK സാർ ആയിരിക്കും. അങ്ങനെ 3ാമത്തെ കോളത്തിൽ VK സാർ എന്നും എഴുതി. ഇതേ സമയം പവിത്ര വന്നിട്ട് ഈ പിങ്കി ഇങ്ങനെ ആലോചിക്കുന്നതും എഴുതുന്നതും ഒക്കെ കണ്ടോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. എന്നിട്ട് നമ്മുടെ പവിത്ര അങ്ങോട്ടേക്ക് വരികയാണ്. VK സാർ നന്ദയും തമ്മിൽ നിഗൂഢമായ മറ്റെന്തോ ഒന്നുണ്ട്, ഒരു ഗുരുശിഷ്യ ബന്ധം മാത്രമല്ല എന്നൊക്കെ ആലോചിക്കുകയാണ്. അപ്പൊ പവിത്ര വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ഇതെന്താണ് ഇവളീ കോളം വരയ്ക്കുന്നു, എഴുതുന്നു, പറക്കുന്നു. ഇപ്പൊ നന്ദയ്ക്ക് മാത്രം അറിയാവുന്ന ആ നിഗൂഢതയ്ക്ക് പ്രിയേച്ചിയുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവുമോ? അപ്പോഴേക്കും നമ്മുടെ പവിത്ര വന്നിട്ട് ചോദിച്ചു, എന്താ പിങ്കി ചേച്ചി കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തായാലും ആ നിഗൂഢത VK സാറിന്റെ മാളത്തിൽ ചെന്ന് തന്നെ കണ്ടെത്തണം എന്നൊക്കെ ആലോചിച്ചപ്പോഴാണ് നമ്മുടെ പവിത്ര ഇങ്ങനെ ചോദിക്കുന്നത്. പെട്ടെന്ന് പവിത്രയെ കണ്ട് നമ്മുടെ പിങ്കി ഞെട്ടി. നീ ഇവിടെ വന്നെന്തിനാ ഈ മിണ്ടാതെ ഇന്നേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വെറുതെ, അല്ല ഇതെന്ത് കളിയാ പിങ്കി ചേച്ചി ഇപ്പൊ കളിച്ചോണ്ടിരുന്നത്? വട്ടത്തിൽ ത്രികോണമൊക്കെ ഇട്ടുള്ള കളി, ഇതെന്ത് കളിയാ? അല്ല എന്നെയും കൂടെ ഒന്ന് പഠിപ്പിച്ചു തരുമോ, ഞാനും കൂടെ കളിക്കാന്നേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ ഇത് കളിയല്ല പവിത്ര. പിന്നെന്താ ഇത് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞപ്പോഴേക്കും എന്ന് വെച്ചാ നിന്റെ നന്ദേച്ചിയെ പൂട്ടാനുള്ള ഇൻവെസ്റ്റിഗേഷൻ. അതെങ്ങനെ? കുറച്ച് ദിവസത്തേക്ക് ഞാൻ വെറും പിങ്കി അല്ല, CID പിങ്കിയാണ് എന്ന് പറഞ്ഞ് പിങ്കി അങ്ങ് പോവുക. എന്തായാലും ഇവിടെ എന്തൊക്കെയോ നടക്കും, അത് മതി നമ്മുടെ പവിത്രയ്ക്ക്. ഇതേ സമയം നമ്മുടെ ഗൗതം ചോദിക്കുകയാണ് നന്ദയോട്, നിനക്ക് ഉറപ്പാണോ നിന്റെ VK സാറ് പ്രിയച്ചിയുടെ വസന്താണെന്ന് ഉറപ്പാണോ? നന്ദ, ഈ വിവരം ഈ വീട്ടിൽ ഇനി ആരും അറിയാൻ പാടില്ല, പ്രത്യേകിച്ച് പ്രിയേച്ചി ഒരു കാരണവശാലും അറിയാൻ പാടില്ല. ഈ കുടുംബത്തിൽ ഇപ്പോൾ സ്വസ്ഥതയും സമാധാനവും ഉണ്ട്. അത് തകർത്താ പിന്നെ ആരുടെ ജീവിതത്തിൽ മനസമാധാനം ഉണ്ടാവില്ല എന്ന് ഗൗതം ഇങ്ങനെ പറയാണ് നന്ദയോട്. കാരണം അയാൾ ഈ കുടുംബത്തിന്റെ ആജന്മ ശത്രുവാണ്. അതുകൊണ്ട് ഒരിക്കലും പ്രിയേച്ചി അറിയരുത് നിന്റെ VK സാറ് വസന്താണ് എന്ന്. അയാളോടുള്ള നിന്റെ സോഫ്റ്റ് കോർണർ അത് ഈ കുടുംബം സഹിക്കില്ല. അപ്പൊ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നതൊക്കെ തെറ്റിദ്ധാരണയാ ഗൗതം സാർ. ഷട്ടപ്പ് എന്ന് പറഞ്ഞിട്ട് ഗൗതം ഒച്ച വയ്ക്കുക കേട്ടോ. ഇന്നലെ ഈ കുടുംബത്തിലേക്ക് കയറി വന്ന നീയാണോ അയാൾക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് നീ പറയുന്നത്? അയാൾ ഈ കുടുംബത്തോട് കാണിച്ച ക്രൂരത പ്രിയേച്ചി ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നന്ദ. നീ കാണുന്നില്ലേ? നിന്റെ VK സാറ് ഈ കുടുംബത്തിനോടുള്ള പകയുടെ വ്യാപ്തി അത് നിനക്ക് ഊഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് നന്ദ. നിനക്കത് ഊഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ട് നന്ദ പ്ലീസ്, ആ VK സാറ് അയാൾ നിന്റെ പ്രൊഫസർ മാത്രമാണ്, അല്ലാതെ പ്രിയേച്ചിയുടെ വസന്ത അല്ല. അപ്പൊ ഇല്ല ഗൗതം സാർ, എന്നെ വിശ്വസിക്കുക ഗൗതം സാർ. ഞാനായിട്ട് ഈ വീട്ടില് ആരോടും ഒന്നും പറയില്ല സാർ എന്നൊക്കെ ഇങ്ങനെ പറയാം. ഞാൻ ഇന്ത്യവരത്തിലെ കുടുംബാംഗമാണെന്നും പ്രിയേച്ചി എൻ്റെ ഭർത്താവിന്റെ സഹോദരിയാണെന്നും ഞാൻ മുഖേന VK സാറും അറിയില്ല. ആ ഒരുറപ്പ് ഞാൻ സാറിന് തരാം. പക്ഷേ ഗൗതം സാർ, ഈ കല്യാണത്തിന് ഒരിക്കലും പ്രിയേച്ചി നിന്നു കൊടുക്കാൻ പാടില്ല. VK സാർ നിരപരാധിയാണെന്ന് എൻ്റെ വിശ്വാസത്തിന് ഒരു ഇളക്കവും സംഭവിക്കുകയില്ല. ആ സത്യം ഈ കുടുംബത്തിലുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്യുകയും ചെയ്യും. അങ്ങനെ കല്യാണം കഴിച്ചാൽ പോലും മനസ്സ് മാറൂല എന്ന് നമുക്ക് അറിയാൻ പാടില്ല. കാരണം നമ്മുടെ മുന്നിൽ ഒരു ഉദാഹരണമില്ലേ, പിങ്കി ചേച്ചി എന്ന് പവിത്ര ഇങ്ങനെ പറയാണ്. എന്തായാലും നമ്മളെല്ലാവരും കൂടെ സംസാരിച്ചിട്ടാണേലും അവളുടെ മനസ്സ് മാറ്റി എടുക്കണം എന്ന് തന്നെയാണ്
അരുന്ധതി പറയുന്നത്. പക്ഷേ ലക്ഷ്മി പറഞ്ഞു അവൾ വസന്തുമായിട്ട് പിരിഞ്ഞിട്ടേ ഉള്ളൂ, വസന്തിനെ മറന്നിട്ടില്ല, അതുകൊണ്ട് അവൾ ഒരിക്കലും കല്യാണത്തിന് സമ്മതിക്കില്ല. അപ്പോഴേക്കും നന്ദ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ അവരെ തമ്മിൽ ഒന്നിപ്പിക്കാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്? ദേ നന്ദേ, ഇപ്പൊ പറഞ്ഞത് അരുന്ധതിയെടുത്ത് കേൾക്കരുത്. അയ്യോ, അരുന്ധതിയെടുത്തി അവിടെ ഇല്ലാട്ടോ, മോഹിനിയും പവിത്രയൊക്കെയാണുള്ളത്, നിന്റെ ചാരം പോലും അവിടെ വെച്ചേക്കൂല കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാം. നമ്മുടെ മോഹിനി ദേഷ്യത്തോട് കൂടിയിട്ട്, ഞങ്ങളുടെ വല്യേട്ടനെ കൊന്നവനാണ്, ഇനിയും മരുമോനായിട്ട് അവനിവിടെ വാഴിക്കണമെങ്കിൽ സൂര്യൻ പടിഞ്ഞാർ ഉദിക്കണം. അപ്പൊ നന്ദ പറഞ്ഞു, വല്യച്ഛന്റെ മരണത്തിന് കാരണക്കാരൻ ആ വസന്താണെന്നുള്ളതിന് എന്താ ഇത്ര ഉറപ്പ്? അയാളല്ല എന്നുള്ള കാര്യത്തിന് നന്ദയ്ക്ക് എന്താ ഇത്ര ഉറപ്പ്? അയാളല്ല എന്നുള്ളതിന് നന്ദയ്ക്ക് വല്ല ഉറപ്പുണ്ടോ? അതൊരു വിശ്വാസമാണ്. പ്രിയച്ചയെ പോലെ ഒരു പെണ്ണിന്റെ മനസ്സ് കീഴടക്കിയ ഒരാൾക്ക് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, അന്നും നന്ദമോള് പറഞ്ഞു തന്നെയാണ് എൻ്റെയും നിലപാട്. എനിക്കറിയാവുന്ന വസന്തിന് ഒരു ഉറുമ്പിനെ പോലും കൊല്ലാൻ കഴിയില്ല എന്ന് ലക്ഷ്മി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, ലോകത്തിലെ ഏറ്റവും വലിയ കൊലപാതകങ്ങളും കൂട്ടക്കൊല പോലും നടത്തിയ പലരും പുറമെ പാവങ്ങളാന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് എന്ന് പിങ്കി ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ നന്ദ പറഞ്ഞു, അതെ, ആരെങ്കിലും ഏകപക്ഷീയമായിട്ട് കുറ്റവാളി എന്ന് മുദ്ര കൂത്തുന്നത് ദൈവത്തിന് നിരക്കുന്നതല്ല. നീ ഗുഡ് സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുക്കണ്ട. അപ്പൊ അയാൾ കുറ്റവാളിയല്ല എന്ന് നിനക്ക് ഇത്ര ഉറപ്പ് പറയാൻ നന്ദ അയാളെ കണ്ടിട്ടുണ്ടോ? അയാളെ പരിചയപ്പെട്ടിട്ടുണ്ടോ? അയാൾ തെറ്റുകാരനാണെന്ന് ഉറപ്പിക്കാൻ പിങ്കിക്ക് അയാളെ അറിയാവോ എന്ന് തിരിച്ചു ചോദിക്കുകയാണ് നമ്മുടെ നന്ദ. പരിചയപ്പെട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? അയാളോട് സംസാരിച്ചിട്ടുണ്ടോ എന്നൊക്കെ. പിങ്കിക്ക് അതിന് ഉത്തരവില്ല കേട്ടോ. അല്ല, ഒരു പരിചയമില്ലാത്ത അയാൾക്ക് വേണ്ടി നന്ദ എന്തിനാ ഇത്ര ശക്തമായിട്ട് വാദിക്കുകയും രോക്ഷം കൊള്ളുകയൊക്കെ ചെയ്യുന്നത്? അതിലെന്തോ രഹസ്യം ഉണ്ടല്ലോ, എന്താവും അത് എന്ന് പിങ്കി ഇങ്ങനെ മനസ്സിലോർക്കുക. ഇനി നന്ദ പറയുന്ന ഒന്ന് ഈ വീട്ടിൽ ആരും മുഖവല കിടക്കില്ല. നിമിഷവും നിറവും അഭിപ്രായം മാറിക്കൊണ്ടിരിക്കുന്ന നന്ദ പറയണത് ആരും കേൾക്കത്തില്ല എന്ന് മോഹിനി ഇങ്ങനെ പറയാട്ടോ. രാവിലെ പൂവമ്പള്ളിക്കാരുടെ വിവാഹം നടത്തിയേ തീരൂ എന്ന് പറഞ്ഞു. കുറെ കഴിഞ്ഞപ്പോൾ പെണ്ണ് കാണാൻ പോകാൻ സമ്മതിക്കില്ല എന്ന്. അതെ, പ്രിയച്ചിയുടെ മുറി വെച്ചാ നിന്ന നിൽപ്പില് ആ സ്വഭാവം മാറിയത്. അപ്പോഴേക്കും നമ്മുടെ പിങ്കി ഇങ്ങനെ ഓർക്കുക, ശരിയാണല്ലോ, ആ ഫോട്ടോ കണ്ടതിന് ശേഷമാണല്ലോ സ്വഭാവം മാറിയെന്ന്. പ്രിയച്ച് നേരത്തെ കല്യാണം കഴിച്ച ആളുടെ പേര് വസന്ത് എന്നാണോ എന്ന് നമ്മുടെ ഇവള് ചോദിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ നമ്മുടെ നന്ദ. ഇതൊക്കെ പിങ്കി ഇങ്ങനെ റിവൈൻഡ് ചെയ്യുക. അപ്പൊ ആ ഡയറി തുറന്നു നോക്കിയതിന് ശേഷമാണ് നന്ദയുടെ ഈ ചുവടുമാറ്റം. അത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അങ്ങനെ നന്ദ പ്രിയയുടെ മുറിയിലേക്ക് ചെല്ലുക. അപ്പൊ പ്രിയ ബുക്കൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് പ്രിയ പോകാനൊക്കെ ആയിട്ട് റെഡിയാവുകയാണ്. പ്രിയ പോയി കഴിയുമ്പോഴേ പിങ്കിക്ക് അവിടെ സെർച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളല്ലോ. പിങ്കി പ്രിയയുടെ മുറിക്ക് മുമ്പിൽ എന്തോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പൊ നമ്മുടെ പ്രിയ കണ്ടു കേട്ടോ. പ്രിയ കണ്ടു പിങ്കി എന്താ ഇവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിങ്കി പറഞ്ഞു, ഞാൻ പുറത്തേക്കൊന്ന് ഇറങ്ങിയതായിരുന്നു, മുറിയിൽ നല്ല ചൂട്, അപ്പൊ വെറുതെ പുറത്തേക്കൊന്ന് ഇറങ്ങിയതായിരുന്നു. അപ്പൊ പ്രിയച്ച് ഇവിടെ നിൽക്കുന്നത് കണ്ട് ഇങ്ങോട്ട് വന്നതാ. എന്ത് പറ്റിയ ചൂട്? AC വർക്ക് ചെയ്യുന്നില്ലേ? എന്ത് AC? കുറച്ച് നാച്ചുറൽ കാറ്റ് കൊള്ളാന്ന് ഓർത്തിട്ട് ഞാൻ ഇറങ്ങിയതാണ്. ഞാൻ ടെറസിൽ തുണി വിരിച്ചിട്ടുണ്ട്, അതൊന്ന് എടുത്തിട്ട് വരാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ പ്രിയ പുറത്തേക്ക് പോവാം. എന്തായാലും പിങ്കി ചെന്നിട്ട് ആ ഫോട്ടോ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. ഡയറി എടുത്ത ഫോട്ടോ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്ക് മനസ്സിലായി. കാരണം നന്ദയോട് അന്ന് അവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന VK സാർ തന്നെയാണ് ഇയാളെന്ന്. പിങ്കി ഇങ്ങനെ ചിരിച്ച് അത് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കണ സമയത്ത് നന്ദ അങ്ങോട്ടേക്ക് വന്നു. നന്ദ കണ്ടു പിങ്കി ഈ ഫോട്ടോ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിങ്കി ഇങ്ങനെ നോക്കി ചിരിക്കുക, നന്ദ ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. നന്ദ ഞെട്ടി നിൽക്കുക കേട്ടോ. VK സാർ, വസന്ത് കുമാർ, പ്രിയ വസന്ത് എന്നൊക്കെ ഇങ്ങനെ പറയാം. നിന്റെ പെട്ടെന്നുണ്ടായ ചുവടുമാറ്റത്തിന് കാരണം ഇപ്പം മനസ്സിലായി നന്ദോ? നന്ദ ഞെട്ടിത്തരിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. പിങ്കി പ്ലീസ്, പിങ്കി ഇവിടെ ഇപ്പം ഇതാരും അറിയരുത് പിങ്കി, പ്ലീസ്, ആരും അറിയരുത്, പ്രിയച്ചി പോലും അറിയരുത്, പിങ്കി ആരോടും ഇത് പറയരുത്. അപ്പോഴേക്കും അറിയാം സാർ, അറിയാം നന്ദ, നിന്റെ VK സാർ ഇന്ത്യവരത്തിലെ പഴയ മരുമകൻ ഇന്നി കുടുംബത്തിലെ ബദ്ധശത്രുവാണെന്നറിയാം. നിന്റെ VK സാർ മഹാദേവൻ വല്യമ്മാവന്റെ മരണത്തിന് കാരണക്കാരനായ വസന്താണ് എന്നറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായിരിക്കും ഇവിടത്തെ അവസ്ഥ? VK സാറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും, നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. തീർത്ത് കളയും അയാളെ ഈ ഇന്ത്യവരം കുടുംബത്തിലെ ആൾക്കാര്. പിങ്കി പ്ലീസ്, പിങ്കി പറയരുത് പിങ്കി, നീ ആയിട്ട് ഇതാരെ അറിയിക്കരുത് പിങ്കി, നിന്റെ കാല് ഞാൻ പിടിക്കാം. എന്റെ കാലും കൈയൊന്നും നീ പിടിക്കുമെന്ന് വേണ്ട, ഞാനായിട്ട് ഇതിവിടെ ആരെ അറിയിക്കാൻ പോകുന്നില്ല, ഞാൻ ആരോടും പറയേയില്ല. അപ്പോഴേക്കും നന്ദ പറഞ്ഞു, താങ്ക്സ് പിങ്കി, താങ്ക്സ്. പക്ഷേ എന്റെ അവതാരത്തിന് നീ കനത്ത വില നൽകേണ്ടി വരും. ബ്ലാക്ക് മെയിൽ അത് തന്നെയാണ്.
അതിന് വേണ്ടിയിട്ട് നീ പലതിനും വഴങ്ങി തരേണ്ടിയും വരും. ഇത് കേട്ട് നന്ദ ഞെട്ടി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സിയോക്കി, താങ്ക് യു.